ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. ബർത്തിമോസിന് കാഴ്ച നൽകുന്നു. അവർ ജെറീക്കയിലെത്തിയ അവൻ ശിഷ്യരോടും വലിയ ഒരു ജനക്കൂട്ടത്തോടും കൂടെ ജെറീക്ക വിട്ടുപോകുമ്പോൾ തിമോത്തിയോസിൻ്റെ പുത്രനായ ബർത്തിമോസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായി ഇരിക്കുവാൻ പറഞ്ഞതുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ചു അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരുവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷം. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം എത്ര മനോഹരമായാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കാരണം ഈ ലോകത്തിൽ കാണുന്ന കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ കാണുവാൻ നമുക്ക് കാഴ്ച ഉണ്ടായിരിക്കണം. ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ സർവചരാചരങ്ങളെയും കാണുവാൻ കണ്ണുകൾക്ക് പ്രകാശമുണ്ടായിരിക്കണം. അത് തരുന്നത് പിതാവായ ദൈവമാണ്. വഴിയരികിൽ അന്ധനായി യാചിച്ചുകൊണ്ട് കണ്ണു കാണാതിരുന്ന ഒരുവൻ യേശുവാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ ഉറക്കെ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. പലരും അവനെ ശകാരിച്ചു നിശബ്ദമായിരിക്കുവാൻ. പക്ഷെ അവൻ കേട്ടില്ല. അവൻ യേശുവിനെ ഉറക്കെ വിളിച്ച് അപേക്ഷിച്ചു. യേശു അവനോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് യേശു ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച വേണം. യേശു പറഞ്ഞു, മകനെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ തിരിച്ചു പോയിക്കൊള്ളുക എന്ന്. തൽക്ഷണം അവന് കണ്ണിന് കാഴ്ച ലഭിച്ചു. ആ അത്ഭുതം, ആഴത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ യേശുവിൻ്റെ കരസ്പർശം നമ്മളിലുണ്ടാകും. ഒന്ന് വിശ്വസിച്ചാൽ മതി, യേശു നമുക്ക് വേണ്ടതെല്ലാം തരും. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം എടുത്തു മാറ്റി, നിനക്ക് എന്താണ് മകനെ മകളെ വേണ്ടേ എന്ന് ചോദിച്ച് നമ്മൾ പറയുന്നത് ഈശോ നമുക്ക് തരുന്നു. അത്രയ്ക്കും സ്നേഹസമ്പന്നനായ ആ ഈശോയുടെ പരിശുദ്ധമായ സുവിശേഷമാണ് വിശുദ്ധ മർക്കോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അന്ധന് കണ്ണിന് കാഴ്ച ലഭിക്കുന്ന എത്ര മനോഹരമായ ആ വചനങ്ങളാണ്. അവൻ്റെ വിശ്വാസമാണ്. ഈശോ പറഞ്ഞു, നീ പൊയ്ക്കൊള്ളൂ. പക്ഷെ അവൻ തിരിച്ചു പോയില്ല. അവൻ ഈശോയെ അനുഗമിച്ചു. യേശുവിൻ്റെ പിന്നാലെ അവൻ വീണ്ടും പോയെന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. ഈ മനോഹരമായ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, ഈ സുവിശേഷത്തിൽ ബർത്തിമോസ് എന്ന അന്ധനായ അദ്ദേഹത്തിന് കാഴ്ച നൽകുന്ന മനോഹരമായ ഒരു അത്ഭുതമാണ് ഈശോ ഇവിടെ നമുക്ക് സുവിശേഷത്തിലൂടെ കാണിച്ചു തരുന്നത്. വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. പലപ്പോഴും
നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമ്മുടെ വിശ്വാസം ചിലപ്പോൾ അവിടെ വെച്ച് നമ്മൾ നിർത്തിവെക്കും. പക്ഷേ ഉറച്ച് വിശ്വസിച്ചാൽ ഈശോ നമുക്ക് നൽകും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.